അതെ, സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മധുരപ്പച്ചടി. പൈനാപ്പിൾ കൊണ്ടാണ് മധുരപ്പച്ചടി പൊതുവെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, ചെറുതാണ് കേട്ടോ. അത് കൊത്തി അരിഞ്ഞ് ഒരു മുക്കാൽ ഭാഗം വേവിക്കാനായിട്ടും കാൽ ഭാഗം അരയ്ക്കാനായിട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുളി എടുത്ത് അത് ചൂടായി വരുമ്പോഴത്തേക്കും കൊത്തിയരിഞ്ഞ പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ചില പൈനാപ്പിളിന് നല്ല വേവുണ്ടാവും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാമേ. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് തേങ്ങയും 2 പച്ചമുളകും അര ടീസ്പൂൺ കടുകും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് പൈനാപ്പിൾ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുക്ക് ചെയ്ത് വെച്ച പൈനാപ്പിളിലേക്ക് ആഡ് ചെയ്യാം. പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുവാണേ. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാര കഷ്ണത്തിലേക്ക് ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൂട്ട് ചേർക്കാം. തേങ്ങാക്കൂട്ട് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം വെള്ളം വറ്റി ഒന്ന് വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം ഇനി നമുക്ക് തൈരാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ചൂടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കടുക് വറക്കാനായിട്ട് ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്കും 3 ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് വറുത്തത് പൈനാപ്പിൾ കൂട്ടിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിങ്ങ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. മുന്തിരിങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞങ്ങളുടെ സൈഡിലൊക്കെ മുന്തിരിങ്ങ ചേർത്താണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത്. ഇത്രയേ ഉള്ളൂ, പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും പൈനാപ്പിൾ മധുര പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.